ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിന്റെ 68ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവില് നമ്മളൊരു സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാർ ഉലുവയുടെ ഇല കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊപ്പം മഷ്റൂമിന്റെ ഒരു സ്പെഷ്യൽ തോരനും തൈരും പിക്കിളും സാലഡും ചോറൊക്കെ ആയിട്ട് നമ്മുടെ സിമ്പിൾ മെനു റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനു എൻ്റെ ചാനലുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് കണ്ടു നോക്കൂ. ആദ്യത്തെ റെസിപ്പി ഉലുവയിലയുടെ സാമ്പാറാണ്. ഇതിനായിട്ട് നമ്മൾ തുവരപ്പരിപ്പും തക്കാളിയും പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ട് തിരിച്ചു ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി തക്കാളി ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചേർക്കേണ്ടത് ചെറിയുള്ളി, ഒരു പച്ചമുളകും ഞാൻ ഒന്ന് സ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ ഉലുവയുടെ ഇല ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഉലുവയുടെ ഇല ഒന്ന് നന്നായി കുക്കായി വരുന്ന വരെ നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഇപ്പൊ പരിപ്പും ഉലുവയിലയും എല്ലാം കൂടെ ഒന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഒരു തിള വരട്ടെ. ഇപ്പൊ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ മസാല, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയും ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നന്നായി തിളച്ച് വരുന്ന വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, മുളക്, കരിവേപ്പില, കായപ്പൊടിയും കൂടി വറുത്തിട്ട നമ്മുടെ സാമ്പാർ റെഡി. അടുത്ത് നമ്മുടെ മഷ്റൂമിന്റെ സ്പെഷ്യൽ തോരനാണ്. അതിനായിട്ട് ഞാൻ ബട്ടൺ മഷ്റൂം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ചീനിച്ചട്ടിയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മഷ്റൂം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മഷ്റൂമിൽ ധാരാളം വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി മഷ്റൂമിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചു നേരം കുക്ക് ചെയ്തപ്പോൾ മഷ്റൂമിന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കുറച്ചും കൂടെ ഡ്രൈ ആവണ വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മഷ്റൂം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ക്രഷ് ചെയ്ത ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫറെൻ്റ് ആയ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഡിഫറെൻറ്റ് റെസിപ്പീസും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.